താഴത്തെ നിലയൊക്കെ മിക്കവാറും ആശുപത്രിയാക്കി മാറ്റുമല്ലോ. അപ്പൊ പിന്നെ എവിടെ പോയി താമസിക്കും? സ്ഥല സൗകര്യം വേണ്ടേ? അയ്യോ, ഇതെന്താ കഴിക്കാത്ത? ആഹാരത്തിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് പോവരുത്. ഞാനിവിടെ അമ്മണിയമ്മയുടെ സഹായിയായി ഒരു വേലക്കാരിയായി കഴിഞ്ഞോളാം. അടുക്കളത്തിണ്ടയിൽ എവിടെയെങ്കിലും കിടന്നോളാം. എന്നെ ഇറക്കി വിടരുത്. മോളെ, വാശി പിടിച്ച് സങ്കടം വരുത്തി വെക്കേണ്ട സമയമല്ലേ ഇത്? നീ എന്താ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യം ആലോചിക്കാത്തെ? കുഞ്ഞിന്റെ അച്ഛന് അങ്ങനെ ഒരു ആലോചന ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാം. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ ഈ ഭൂമിയിൽ? ആ, ഞാൻ നാളെ തന്നെ ജോയിക്കുട്ടിയെ വിളിച്ചോണ്ട് വരും. നീ കൂടെ പോണം. ഇവിടത്തെ സാഹചര്യം അങ്ങനെ ആയി പോയി. നിനക്കിപ്പം ഭർത്താവിന്റെ സാമീപ്യല്ലേ വേണ്ടത്? അതുകൊണ്ട് പോയേ പറ്റൂ. ദേ കൊച്ചേ, വിരോധം കൊണ്ടാണെന്ന് തോന്നരുത്. ഒരു വയറ്റിക്കണ്ണി ഇറക്കി വിടാൻ ഈ അമ്മണിയമ്മയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നാലും ഒരധികപ്പറ്റായി നീ ഇവിടെ കഴിയണ്ട. ദേ, പണ്ടത്തെ നീരേറ്റ് തറവാടല്ല കൊച്ചേത്. എല്ലാത്തിനും കണക്കും കാര്യവും ചോദ്യവും പറച്ചിലും ഒക്കെ ഉണ്ട്. പോരാത്തതിന് ഇപ്പം പുത്തം പുറത്തിക്കാരും വന്ന് കേറിയിരിക്കല്ലേ. എന്നെ എപ്പോഴാ പുറത്താക്കുന്നെന്ന് ആർക്കറിയാം. എന്റെ കൊച്ചേ, വേലക്കാരി എപ്പോഴും വേലക്കാരി തന്നെയാ. അതിനും വലിയ സ്ഥാനം ആ രണ്ടാം കെട്ടുകാരിക്ക്. ജോയും സോഫിയും ഭാര്യാഭർത്താക്കന്മാരായി കഴിയുമ്പോ ഒരു രണ്ടാം കെട്ടുകാരിയായിട്ടാണെങ്കിലും നീ അവിടെ തന്നെ കഴിയുന്നതാ കൊച്ചെ നിനക്ക് നല്ലത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതെന്നാ പറ്റിയ അമ്മച്ചി? നേരം തെറ്റിയാണെന്നോ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിക്കാൻ നേരവും കാലം നോക്കണമെന്നൊന്നുമില്ല. മനസ്സിന് വിഷമം തട്ടുമ്പോൾ കർത്താവല്ലാതെ ആരാ ശരണം? എന്നാ ഇത്ര വിഷമം തട്ടാൻ? ത്രേസ്യ ചേട്ടത്തിയുടെ കാര്യം ഓർത്തിട്ടാടാ മോനെ. എല്ലാരെയും സ്നേഹിക്കുന്ന മനസ്സുള്ളയാള് ഒടുവിൽ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്കായി പോയി. പാവം, ഒന്ന് മിണ്ടാനും പറയാനും വയ്യാതെ എത്ര നാളാ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുക? അതൊക്കെ ഓരോരുത്തരുടെ വിധിയാ അമ്മച്ചി. ത്രേസ്യ അമ്മച്ചിക്ക് ചിലപ്പോ പഴയ ഓർമ്മകൾക്ക് തിരിച്ചു കിട്ടുകയും എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയേക്കും. ആ, ദൈവത്തിന്റെ ഓരോരോ പരീക്ഷണങ്ങൾ. ആ കൊച്ചിന് എന്നാടാ, ഉറക്കമൊന്നും ഇല്ലയോ? ഉറങ്ങിയെന്ന് കരുതി തൊട്ടിൽ കിടത്തിയതാ. ഞാനിങ്ങി പോന്നപ്പോ ഉണന്ന് കാണും. എപ്പോഴും എടുത്തോണ്ട് നടക്കണം, അതാ അവനിഷ്ടം. സെലീനയ്ക്ക് കുഞ്ഞിനോടത്ര ഇഷ്ടം പോരാ. കുളിപ്പിക്കാനും ഉടുപ്പിടിക്കാനും അവക്കൊരു മടി പോലെ. ഒന്ന് ശ്രദ്ധിച്ചാ നിനക്കത് മനസ്സിലാവും. എത്രയായാലും സ്വന്തം കുഞ്ഞൊന്നും അല്ലല്ലോ. കുഞ്ഞ് എന്റേതല്ലെന്ന് അമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ? കുഞ്ഞ് റിച്ചയുടേതാണെന്ന് കൊച്ചാപ്പൻ പറഞ്ഞത് കല്ല് വെച്ച നുണയാ. അമ്മച്ചി അത് വിശ്വസിച്ചു കാണും. എന്നാലും എന്റെ കുഞ്ഞ് എന്റേതല്ലെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. നീ വിശ്വസിച്ചോ? നിന്റേതാണെന്ന് തന്നെ വിശ്വസിച്ചോ? പക്ഷെ സെലീനെ അത് വിശ്വസിക്കണ്ടായോ? അവളല്ലയോ നിന്നോടൊപ്പം പൊറുക്കുന്നത്. അവക്കതിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നീ അതിനെ ടീനയ്ക്ക് തന്നെ തിരികെ കൊടുത്തേര്. പെറ്റതള്ള നോക്കും പോലെ വേറെ ആര് നോക്കിയാലും ശരിയാകുകയല്ല. സെലീനയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് മാറ്റിയെടുത്തോളാം. അമ്മച്ചി അത് ഇടപെടണ്ട. പറഞ്ഞു പറഞ്ഞ് കുഞ്ഞിനെ അവളെ തമ്മിൽ തെറ്റിക്കാതിരുന്നാ മതി. ഞാൻ എന്നാത്തിനാണ് തെറ്റിക്കുന്നേ? നിന്റെ അവളുടെ സന്തോഷം തന്നെ അമ്മച്ചിയുടെ മനസ്സിൽ. ഇതുള്ളത് കൊണ്ട് വേറൊരു കുഞ്ഞു വേണ്ടെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചോ? അങ്ങനൊന്നും ഇല്ല അമ്മച്ചി. ഒരു കുഞ്ഞുകൂടി ഉണ്ടായാലും ഞങ്ങൾ തന്നെയല്ലേ വളർത്തേണ്ടത്. നീ സങ്കടപ്പെടാതിരിക്കാനാ അമ്മച്ചി ഈ പറയുന്നേ. ഒരുപാട് കാലം ഒന്നിച്ച് താമസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കുട്ടികളുണ്ടായാലേ കുടുംബം എന്ന വാക്കിന് അർത്ഥം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ പിന്നെ എന്നാത്തിനാ ഭാര്യയെന്നും ഭർത്താവും എന്നൊക്കെ പറയുന്നേ? നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ സെലീനയ്ക്കൊരു കുഞ്ഞു പിറക്കണം. ഉണ്ടായേ പറ്റത്തുള്ളൂ. ഓ ഓ ഓ ഓ ഓ വാ 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 വാവേ വാ, കരല്ലേ ഉമ്മ, വാ കരല്ലേ കരല്ലേ, ഉറങ്ങി ഉറങ്ങി ഉറങ്ങി. ഓ ഉമ്മ, കരയിലട കുട്ടാ. ആ ആ, കിടന്നു കിടന്നു കിടന്നു.
മങ്കി, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വല്ല കുളത്തിലും ചാടി ചാവൂന്നുള്ള പേടിയാണെങ്കിൽ ഇല്ല, ഇനി ഞാൻ മരിക്കില്ല. എന്റെ കുഞ്ഞിനെ വളർത്തി വലുതാക്കി സോഫിയോട് കണക്ക് ചോദിപ്പിക്കും ഞാൻ. ചോദിക്കയോ പറയോ എന്ത് വേണമെങ്കിലും അയക്കോ. മുതലാളി സെലീന കുഞ്ഞിനെ കാണാൻ പോയിരിക്കുക. ഏതിന് മുതലാളി ഇങ്ങ് തിരിച്ചു വരട്ടെ, എന്നിട്ട് പോയാ മതി. ഹോ, അല്ലെങ്കിൽ എന്നെ മുതലാളി ചീത്ത പറഞ്ഞു കുളിപ്പിക്കും. വേണ്ട മണിയമ്മേ, കൃഷ്ണപിള്ള മുതലാളിയോട് യാത്ര പറഞ്ഞു പോകാൻ എനിക്ക് പറ്റില്ല. മുതലാളി പോണ്ടാന്ന് പറയും. ഇത്രയും നാളും ഇവിടെ താമസിച്ചതും ആഹാരം കഴിച്ചതും ഒക്കെ മുതലാളിയുടെ വലിയ മനസ്സുണ്ട്, അല്ലാതെ ഒരവകാശം ഉണ്ടായിട്ടല്ല. സ്നേഹം മാത്രം തന്ന ആ വലിയ മനുഷ്യനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോകാൻ എനിക്ക് വയ്യ. അപ്പോ ജോയിക്കുട്ടി വിളിച്ചോണ്ട് വരണ്ടേ? വേണ്ട, ഈ ജന്മം ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. പിന്നെ എങ്ങോട്ട് പോകാനാ നിന്റെ തീരുമാനം? ഈ നാട്ടിൽ ഒത്തിരി അനാഥാലയങ്ങളില്ലേ, സർക്കാർ ആശുപത്രികളില്ലേ, എവിടെയെങ്കിലും ഈ വയറ്റിക്കണ്ണിക്ക് ഒരാശ്രയം കിട്ടാതിരിക്കോ കേശുമാമ? ഇന്ന് നിങ്ങളുടെയൊക്കെ സഹായം ഞാൻ ഓർത്തോളാം. ഇത് കണ്ടോ, ഞാൻ എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങി പോവുക. എന്തു പറ്റി പങ്കിയാൻറ്റി? ഇന്നലെ രാത്രി ഞാൻ മൃദുല കുഞ്ഞിന്റെ കല്യാണം നടക്കാൻ പോണ കാര്യവും പാർവതി കുഞ്ഞ് ഇവിടെ ആശുപത്രി തുടങ്ങാൻ പോണ കാര്യവും ഒക്കെ പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ ഈ അമ്മണിയമ്മയുടെ ഇറുക്കലുണ്ടെന്ന് കൂട്ടിക്കോ. ഓ പിന്നെ എല്ലാത്തിനും വെച്ചു വിളമ്പ ഒരു കിങ്ങിണിയമ്മ. നിക്ക, പങ്കിയാൻറ്റി ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ഒരു അധികപ്പറ്റായി മാറിയല്ലേ? എങ്ങോട്ട് പോവാനാ ഒരുക്കം? ബാഗിനകത്ത് കഴുത്തിൽ കുരുക്കാനുള്ള കയറും കരുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? പറ, എങ്ങോട്ടാ? ഞാൻ കൊണ്ടാക്കി തരാം. അത് ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ. ഓ, ഏതെങ്കിലും ഒരു അനാഥാലയം അല്ലേ? ശരി, ഞാനൊരു അനാഥാലയം നടത്തുന്നുണ്ട്. സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ, എന്നാലും ഞാൻ ഇത്രയും കാലം ആ സൗകര്യത്തിലാ കഴിഞ്ഞത്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ചിന്നു, വരാനാ പറഞ്ഞത്. കുഞ്ഞെ, ഇതറിഞ്ഞാ മുതലാളി. അപ്പാപ്പന് സന്തോഷാവും, അല്ലാതെന്താ കേശുമാമ? ഞാൻ പങ്കിയാൻറ്റിയെ പൊന്നുപോലെ നോക്കും. ആദിവാസി കുടിയില് പങ്കിയാൻറ്റി പ്രസവിക്കുകയും ചെയ്യും. പാവപ്പെട്ടവരാണെങ്കിലും ആദിവാസികൾ തങ്ങളുടെ കുടി താമസിക്കണവരെ ഇറക്കി വിടത്തില്ല. വാ പങ്കിയാൻറ്റി. മോളെ ചിന്നു, വാ, നമുക്ക് പോവാം. എന്റെ ഭഗവതി, അമ്മച്ചി പറഞ്ഞത് ശരിയാ. നമുക്കൊരു കുഞ്ഞു വേണം. എനിക്കും നിനക്കും ഒരുപോലെ അവകാശം പങ്കുവയ്ക്കാനൊരു കുഞ്ഞ്. ഇപ്പോഴുള്ളത് എൻ്റെ മാത്രം അവകാശിയാണല്ലോ. അതുകൊണ്ടല്ലേ നിനക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? ഉൾക്കൊള്ളാനാവുന്നില്ല എന്നത് ശരിയാണ്. എന്നാലും ഒരു നീരസവും കുഞ്ഞിനോട് ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ അവൻ എന്നെ തള്ളിപ്പറയില്ല എന്ന് ബോബന് ഉറപ്പ് തരാൻ പറ്റൂ? ടീനയാണ് അമ്മയെന്ന് തിരിച്ചറിയുമ്പോൾ അവളുടെ അടുത്തേക്ക് പോവില്ല എന്ന് ഉറപ്പുണ്ടോ? പിന്നെ എന്ത് കണ്ടിട്ടാ അവളുടെ കുഞ്ഞിനെ ഞാൻ സ്നേഹിക്കേണ്ടത്? അതുകൊണ്ടാണോ നീ അവനെ ഒന്ന് എടുക്കാൻ പോലും തയ്യാറാവാത്തത്? സ്വന്തം കുഞ്ഞാണെങ്കിൽ പോലും വലുതായി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വഴിയെ പോയിന്നിരിക്കും. മാതാപിതാക്കളുടെ കൺവെട്ട് തന്നെ വളർത്തിയാലും മറ്റെന്തിനെങ്കിലും വേണ്ടി തള്ളിപ്പറയുകയും ചെയ്യും. അതൊക്കെ വളർന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാ. അക്കാര്യം പറഞ്ഞ് കുട്ടികളായിരിക്കുമ്പോൾ ആരും സ്നേഹക്കുറവ് കാണിക്കില്ല. പിന്നെ നീ മാത്രം എന്നാത്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അമ്മച്ചി പറഞ്ഞതിനെ കുറിച്ച് ബോബനൊന്നും പറയാനില്ലേ? ഈ കുഞ്ഞു മാത്രമാണോ നമ്മുടെ പ്രശ്നം? എൻ്റെ കുഞ്ഞ് നിനക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? അതിനെക്കുറിച്ച് നീ എന്താ ഒന്നും പറയാത്തെ? ബുദ്ധിമുട്ടാണോ അല്ലയോ എന്നതല്ല, നമുക്കൊരു കുഞ്ഞു വേണ്ടേ ബോബൻ? വേണം. അങ്ങനൊരാഗ്രഹം നിന്നെപ്പോലെ തന്നെ എനിക്കുമുണ്ട്. പക്ഷേ ഇത്ര നാളായിട്ടും എന്തുകൊണ്ടാ നീ പ്രഗ്നൻ്റ് ആവാത്തത്? എനിക്കും അക്കാര്യം മനസ്സിലാവുന്നില്ല. നമുക്കുടനെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം. നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം. എൻ്റെ ഉള്ളിലുണ്ട് ഒരമ്മയാവാനുള്ള മോഹം. ഭർത്താവിനെ സ്നേഹിക്കാനും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി നിൽക്കാനും. സെലീന, അതെ,
എൻ്റെ ഉള്ളിലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ബോബൻ. അമ്മയാവാനും സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു കുഞ്ഞിനെ വളർത്താൻ എനിക്കും കൊതിയുണ്ട് ബോബൻ. മക്കള് രണ്ടാളും ഇല്ലാത്തപ്പോഴായി പോയല്ലോ കൃഷ്ണപിള്ള ചേട്ടന്റെ വരവ്. നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാളും ഇവിടെ കാത്തു നിന്നേനെ. സാരമില്ല, അധികം ദൂരമൊന്നുമില്ലല്ലോ. ഇനിയും വരാൻ ഞാൻ. രണ്ടാളും ആസ്പത്രി പോയതാ. ആർക്കാ അസുഖം? അങ്ങനെ സൂക്കേടൊന്നും ഉണ്ടായിട്ടല്ല പോയത്. സെലീനയ്ക്കൊരു കുഞ്ഞു പറന്നു കാണാൻ പിള്ളേച്ചനും ആശയില്ലേ? ഉം. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ കാത്തിരിക്കുന്നേ? എന്റെ നിർബന്ധം സഹിക്ക വയ്യാതായപ്പോ രണ്ടാളും കൂടി ഇറങ്ങിയതാ ഡോക്ടറെ കണ്ടൊന്ന് പരിശോധിപ്പിക്കാൻ. ആ, അത് നല്ലത് തന്നെയാ. ആ, ഈ കൊച്ചു ത്രേസ്യ കിടക്കുന്ന ആശുപത്രിയിലേക്ക് തന്നെയാണോ അവർ പോയത്? ആയിരിക്കും. സെലീനയ്ക്ക് പരിചയമുള്ള ഒത്തിരി ഡോക്ടർമാരൊക്കെ ഉണ്ട് അവിടെ. ആ, അല്ല, ചേട്ടത്തിക്ക് ഇപ്പൊ കുറവുണ്ടോ? അന്നാമ്മയും കൂടി കൂട്ട് നിന്നിട്ടല്ലേ നിർബന്ധപൂർവം കൊച്ചിനെ തെങ്ങുമൂട്ടിലേക്ക് വിളിച്ചോണ്ട് പോയത്? ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാനാണെങ്കിൽ ദൈവവിചാരമുള്ള അന്നാമ്മ അതിന് കൂട്ടു നിൽക്കരുതായിരുന്നു. കർത്താവാണ് സത്യം. ഞാൻ ചേട്ടത്തിക്ക് ഒരു സങ്കടവും വരുത്തിയിട്ടില്ല. എന്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാ ഞാൻ നോക്കിയത്. പിന്നെ അങ്ങേരുടെ സ്വഭാവം പിള്ളേച്ചൻ അറിയത്തില്ലയോ? മടുത്തു. ക്ഷമയുടെ നെല്ലിപ്പല കണ്ട ഞാൻ ഇറങ്ങിപ്പോന്നെ. കൊച്ചിനെ വണ്ടി ഇടിച്ചത് വേറെ ആരും ആയിരിക്കില്ല, ഫിലിപ്പോസ് തന്നെയാ, കൊല്ലാൻ വേണ്ടി. സ്വത്തിനും പണത്തിനും വേണ്ടി മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തിട്ട് അയാൾക്ക് മതിയായില്ലേ അന്നാമ്മേ? ഞാൻ എന്നാ ചെയ്യാനാ പിള്ളേച്ച? അങ്ങേരുടെ ജന്മം അങ്ങനെയായി പോയി. ഒരിക്കൽ നിന്നെ ഇറക്കി വിട്ടല്ലയോ ഇവിടുന്ന്? പിന്നെ നാണമില്ലാതെ എന്തിനാടി വലിഞ്ഞേറി വന്നേ? ഞാൻ വന്നത് എന്റെ മോനെ കാണാനാ, അല്ല നിങ്ങളുടെ മോനെ കാണാനല്ല. എന്റെ മോനെ എനിക്ക് തിരിച്ചു തരുന്നിടം വരെ ഞാൻ ഇവിടെ വരുമെന്ന് നിങ്ങളുടെ പുതിയ മരുമോളോട് പറഞ്ഞിട്ടാ അന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഉണ്ടെങ്കിൽ വിളിക്ക്, അല്ലെങ്കിൽ എന്റെ മോനെ ഇങ്ങിതാ. കുഞ്ഞേ, ജീവിതം കൊണ്ട് ചൂത് കളിക്കരുത്. കുടുംബ ബന്ധങ്ങള് ബലൂൺ പോലെയാ. ബലൂണിന്റെ ഭംഗി ആസ്വദിക്കാം, അത് വെച്ച് കളിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അരുതാത്ത പ്രവൃത്തികൾ കൊണ്ട് അത് പൊട്ടിച്ചു കളയരുത്. അപ്പൂപ്പനോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ അപ്പൂപ്പന്റെ കൊച്ചുമോൾ തൊടുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങി തരാൻ പറ എന്റെ മോനെ. ഞാൻ പിന്നെ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. കുഞ്ഞിനെ വെച്ചുള്ള തർക്കത്തിലൊന്നും ഇടപെടാൻ ഞാൻ ആളല്ല. ആദ്യം മുതലേ ആ കുഞ്ഞിനെ വെച്ച് ഒരുപാട് കളി കളിച്ചവളാ നീ. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ, ഇപ്പോ ദൈവം കൂടെ കൂടെ എന്ന് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അടുത്ത ജന്മത്തിലേക്ക് നീട്ടിവെക്കുന്ന പതിവൊന്നും ഇപ്പോഴില്ല. ഒക്കെ വേഗം കിട്ടും. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ വാശി തീർക്കാനുള്ള കരുവാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ അന്നമ്മ പറഞ്ഞതുപോലെ നീ ഇവിടെ വരരുത്. സെലീന മോള് സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. എനിക്കെങ്ങനെ ആരുടെ ഉപദേശം സ്വീകരിച്ച് ശീലമില്ല. പിന്നെ സെലീന അങ്ങനെ സ്വസ്ഥമായിട്ട് കഴിയാൻ പാടില്ലല്ലോ. അവൾ ബോബനെ തട്ടിയെടുത്തില്ലേ, എന്റെ കൊച്ചിന്റെ അപ്പനെ. കുഞ്ഞേ, നിന്റെ സംസാരത്തിൽ ഒരു കുഞ്ഞിന്റെ അമ്മയുടെ സ്നേഹം കാണുന്നില്ല, ഒരു സ്ത്രീയുടെ നന്മയും കാണുന്നില്ല. മറിച്ച് പകയും വിദ്വേഷവും അസൂയയും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സമാധാനവും ഒരിക്കലും കിട്ടില്ല. മറ്റുള്ളവരുടെ വിഷമം കണ്ട് സന്തോഷിക്കുന്നവരുടെ മനസ്സിൽ ദൈവമല്ല ചെകുത്താനാ കയറിയിരിക്കുക. മതി, നിർത്ത സാരോപദേശം. ദേ തള്ളേ, നിങ്ങളുടെ മോനോടും മരുമോളോടും പറഞ്ഞേക്ക് ഞാൻ ഇനിയും വരുമെന്ന്. രണ്ടിനെയും എനിക്കൊന്ന് നേരിട്ട് കാണണം. അങ്ങനെ സൂചിച്ചു കഴിയാൻ ഞാൻ സമ്മതിക്കൊന്ന് കരുതണ്ട.
അശാന്തിയുടെ വിത്തുകൾ പാകിക്കൊണ്ട് ടീനയുടെ ഈ യാത്ര അവളെ വലിയൊരു ദുരന്തത്തിലെത്തിക്കുമോ? ടീനയുടെ കുഞ്ഞിനു പകരം തൻ്റേത് മാത്രമായ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തണമെന്ന സെലീനയുടെ ആഗ്രഹം സഫലമാകുമോ? തെറ്റുകളൊന്നും ചെയ്യാതെ സംശയത്തിൻ്റെ പേരിൽ ശത്രുക്കളായി മാറിയ പങ്കിയും ജോയിയും ചിന്നുവിൻ്റെ പരിശ്രമം കൊണ്ട് വീണ്ടും ഒന്നിക്കുമോ? നല്ലവളായ അന്നമ്മച്ചേട്ടത്തി ബോബൻ്റെയും സെലീനയുടെയും ജീവിതത്തിലെ കരടായി മാറുമോ? മനുഷ്യബന്ധങ്ങൾ വിധിയുടെ ക്രൂരതയിൽപ്പെട്ട് അപ്രതീക്ഷിതമായി തകരുമ്പോൾ, ജീവിത സ്വപ്നങ്ങളുമായി പുതിയ പ്രതീക്ഷകൾ ഉയരുമ്പോൾ ഉജ്ജ്വലമായ കഥാമുഹൂർത്തങ്ങൾ നിങ്ങളെ തേടി വരുന്നു. കുടുംബ ബന്ധങ്ങളുടെ ഈ ജീവിതഗാഥ പ്രേക്ഷക ഹൃദയങ്ങൾ ആവേശത്തോടെ ഏറ്റുവാങ്ങുന്നു. അരികിലില്ലേ ഞാനരികിലില്ലേ, അരികിലില്ലേ ഞാനരികിലില്ലേ, അണയാത്ത ജ്വാലയായി മനസ്സിലില്ലേ, അഴലിൻ്റെ മുകിലുകൾ പെയ്യുമ്പോഴും നെഞ്ചിൽ എരിയുന്ന സ്നേഹത്തിൻ ജ്വാലയായി വീണ്ടും ജ്വാലയായി. അരികിലില്ലേ ഞാനരികിലില്ലേ, അരികിലില്ലേ